ക്രിസ്മസ് എക്സാം കഴിഞ്ഞു, മാർക്സ് കിട്ടുന്ന ഒരു പ്രതീക്ഷയുമില്ല, കോൺഫിഡൻസ് ഏറ്റവും ലോവസ്റ്റ് ലെവലിലായിരിക്കും ഒരു പക്ഷെ. ഇങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ എങ്കിൽ യെസ് സാർ എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാ വർഷവും ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും നേരിടുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് 60 ദിവസമാണ് ബാക്കിയുള്ളത്. ആ പബ്ലിക് എക്സാമിൽ നിങ്ങൾ A+ ആണോ വാങ്ങുക, അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം പോലെ അവിടെയും ഇങ്ങനെ കോൺഫിഡൻസ് കുറഞ്ഞിരിക്കേണ്ട അവസ്ഥ വരുമോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ പോകുന്നത് ഇന്ന്, എക്സാക്ട്ലി ഇന്ന് നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നു, അടുത്ത 60 ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുള്ള ഒരൊറ്റ കാര്യമായിരിക്കും. ഇത് ജസ്റ്റ് പബ്ലിക് എക്സാം വെറും പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ അല്ല പറഞ്ഞുതരാൻ പോകുന്നത്. പബ്ലിക് എക്സാം വേറെ ലെവലിൽ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പബ്ലിക് എക്സാം കഴിയുമ്പോൾ വേറെ ഒരു മനുഷ്യൻ നിങ്ങളായി തീരാൻ വേണ്ടിയിട്ടുള്ള അക്കാഡമിക് കംബാക്ക് ആണ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഗംഭീര അക്കാഡമിക് കംബാക്ക് വരുത്താൻ പറ്റും. അത് നിങ്ങളുടെ ലൈഫിന്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ തന്നെ കൂടെ ചേഞ്ച് ചെയ്യും. ഞാൻ പറയുന്ന കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മളൊരു ഓട്ടോപ്സി ചെയ്യാൻ പോവാണ് നിങ്ങളുടെ പരീക്ഷ പേപ്പറിന് മുകളിൽ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ഒരു 3 ദിവസത്തിൽ നിങ്ങൾ എഴുതിയ ഓരോ പരീക്ഷയും, ഫിസിക്സ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എല്ലാ പരീക്ഷയിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് സീരിയസ്ലി ഒന്ന് ആലോചിക്കുക. ഓരോ ചോദ്യവും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ശരിയായത്, തെറ്റിയാൽ എന്തുകൊണ്ടാണ് തെറ്റിയത്. പല പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരു സില്ലി മിസ്റ്റേക്ക് ആയിരിക്കാം, ചിലപ്പോൾ പരീക്ഷയിൽ നിങ്ങൾക്ക് ആ പരീക്ഷയുടെ ഹോളിൽ ഇരിക്കുമ്പോൾ ഓർമ്മ കിട്ടാത്തതായിരിക്കാം, ചിലപ്പോൾ കാൽക്കുലേഷൻ മാത്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെയ്തു വരാൻ പറ്റാത്തതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് പോലും ഇല്ലാത്തതാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ട് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. ഇനി അതൊന്നുമല്ല, നിങ്ങൾ തീരെ പഠിക്കാത്തൊരു ചാപ്റ്റർ ആയിരുന്നു എന്നുള്ള രീതിയിലാവും. ഇങ്ങനെ പല രീതിയിൽ നമുക്കൊരു ചോദ്യം ഉത്തരം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരാം. നിങ്ങൾ ചെയ്യേണ്ടത്, അത് നിങ്ങളുടെ കേസിൽ ഓരോ സബ്ജക്റ്റിലും എന്തുകൊണ്ടായിരുന്ന കാര്യം ഒരു പെന്ന് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ്റെ മുകളിൽ തന്നെ നിങ്ങൾ അടയാളപ്പെടുത്തുക. എന്തുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റാത്തത്. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എവിടെയാണ് നിങ്ങൾ ഈ മാർക്ക് നഷ്ടപ്പെടുന്നത്. നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാത്തതുകൊണ്ടാണോ കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണോ, ചാപ്റ്റർ പഠിക്കാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ സില്ലി മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇനഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടെന്നുള്ള കാര്യം നിങ്ങൾ സ്വയം കണ്ടുപിടിക്കാത്തടത്തോളം നിങ്ങൾ എത്ര വീഡിയോ കണ്ടതുകൊണ്ടും എത്ര ക്ലാസ് കണ്ടതുകൊണ്ടും എത്ര നിങ്ങൾ വെറുതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടും കാര്യമില്ല. കാരണം നിങ്ങൾ റോങ് ഡയറക്ഷനിലായിരിക്കും നിങ്ങൾ പോകുന്നത്. കറക്റ്റ് ഡയറക്ഷനിൽ പോകണമെങ്കിൽ ആദ്യം നമ്മുടെ പ്രശ്നം നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ ഈ ഒരു സിമ്പിൾ കാര്യം ചെയ്യണം. 2 നമുക്ക് വേണ്ടത് ഒരു മാസ്റ്റർ പ്ലാൻ ആണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്രേ ഉള്ളൂ. നമുക്ക് 2 മാസം ശരിക്കും ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളൂ, ജാനുവരി ഫെബ്രുവരി. ആ 2 മാസം നമ്മൾ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കണം. പല കുട്ടികളും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക്, ജാനുവരി ഫെബ്രുവരി ഉണ്ടല്ലോ, അപ്പം മെല്ലെ മെല്ലെ പഠിച്ചാൽ മതി, ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും നമുക്ക് സിലബസ് ഒക്കെ തീർത്താൽ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ പോകും. അതാണ് ഏറ്റവും വേസ്റ്റ് സ്ട്രാറ്റജി. ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. നേരെ മറിച്ച് നിങ്ങൾ ആ 2 മാസത്തിനെ 2 സെപ്പറേറ്റ് മാസങ്ങളായിട്ടും ആ 2 മാസത്തിന് വേണ്ടി സെപ്പറേറ്റ് സ്ട്രാറ്റജി നിങ്ങൾ ഉപയോഗിക്കണം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജാനുവരി എന്ന് പറഞ്ഞ മാസമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇനിയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും, ഇതുവരെയുള്ള ചാപ്റ്റേഴ്സിൽ പല ചാപ്റ്റർ നിങ്ങൾ പഠിക്കാത്തതുണ്ടാവും. അതൊക്കെ പഠിച്ചു തീർക്കാൻ വെറും ജാനുവരി പറഞ്ഞ മാസം ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ സാർ പിന്നെ ഫെബ്രുവരിയോ? ഫെബ്രുവരി ഈസ് ഓൺലി ഫോർ റിവിഷൻ ആൻഡ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. മാക്സിമം ചോദ്യങ്ങൾ ചെയ്യാം. അത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളായിക്കോട്ടെ, നിങ്ങൾ എക്സാമിനറിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്തവരാണ്, ബാച്ചിൽ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്, അതിലുള്ള ചോദ്യങ്ങളായിക്കോട്ടെ, ക്ലാസ്സിൽ ബാച്ചിൽ എടുക്കുന്ന ചോദ്യങ്ങളായിക്കോട്ടെ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനും. പിന്നെ നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ്, ഫസ്റ്റ് മുതൽ നമ്മുടെ ഓണപരീക്ഷ മുതൽ പഠിച്ച ചാപ്റ്റേഴ്സ് പല ചാപ്റ്ററും നിങ്ങൾ അപ്പോഴത്തേക്ക് മറന്നു പോയിട്ടുണ്ടാവും. അല്ലെ റീസെന്റ് പഠിച്ച ചാപ്റ്റർ പലതും നിങ്ങൾക്ക് അങ്ങോട്ട് ഫുള്ളി അങ്ങോട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് റിവൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സമയമായിട്ട് ഫെബ്രുവരി നമ്മൾ കാണാം. ഈ രീതിയിൽ നിങ്ങൾ ടൈം സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മാത്രമല്ല, നിങ്ങൾ ജാനുവരി ചാപ്റ്റർ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഒരു ചാപ്റ്ററിലെ എന്തൊക്കെ പോർഷൻസ് ആണ് ശരിക്കും ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെയാണ് ശരിക്കും ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും ചോദ്യങ്ങൾ ചെയ്ത് തുടങ്ങണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ പരീക്ഷയുടെ തലേന്ന് നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ ഞാൻ റിവൈസ് ചെയ്യണം, എന്തൊക്കെ ഞാൻ തൽക്കാലം റിവൈസ് ചെയ്യേണ്ട എന്നുള്ള ഒരു ധാരണ കിട്ടും. ഏത് തരം ചോദ്യങ്ങളായിരിക്കും പരീക്ഷയിൽ വരിക എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പരീക്ഷയുടെ തലേന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. വളരെ എഫക്റ്റീവ് ആയിട്ട് സ്വയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ജാനുവരി ഫെബ്രുവരി, ജാനുവരി ഫോർ ലേണിംഗ്, ഫെബ്രുവരി ഫോർ റിവിഷൻ ആൻഡ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ആ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. 3ാമത്തെ ടിപ്പാണ്, നിങ്ങൾക്ക് പലർക്കും ഉള്ളൊരു പ്രശ്നം. അതായത് സാർ പഠിക്കാൻ തോന്നുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ഒരു മൂഡ് കിട്ടുന്നില്ല, മോട്ടിവേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിയാക്കുക? മക്കൾ, ഇവിടെ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. നമുക്ക് പഠിക്കാൻ എന്തോ ഒരു മോട്ടിവേഷൻ കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മൂഡ് വന്നതുകൊണ്ടോ നമ്മൾ പഠിക്കില്ല. അങ്ങനത്തെ ഒരു സാധനം ഇല്ല. അങ്ങനെ സാധനം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ സ്കൂളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അത് തന്നു കിട്ടേനെ. ഇത് ചെയ്താൽ മതി, നിങ്ങൾക്ക് പഠിക്കാൻ മൂഡ് വരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സാധനം ഇല്ല എന്നാണ് റിയാലിറ്റി. പക്ഷെ എന്തുണ്ട്,
നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ അതെന്തും ആയിക്കോട്ടെ, നിങ്ങൾ അതും കൂടി ചെയ്ത് തുടങ്ങുക. ഞാൻ പറയുന്നത് 10 മണിക്കൂർ പഠിക്കാനോ 5 മണിക്കൂർ പഠിക്കാനോ 2 മണിക്കൂർ പഠിക്കാനോ പോലെയല്ല. നിങ്ങൾ ഒരു 5 മിനിറ്റിലേക്ക് അല്ലെങ്കിൽ 10 മിനിറ്റിലേക്ക് നിങ്ങളത് ചെയ്ത് തുടങ്ങുക. ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്. ആ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചവിട്ടി അങ്ങോട്ട് പോയിക്കോളും. പിന്നെ കുറേ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ പഠിച്ചു തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒരു മൊമെൻറ്റം കിട്ടിക്കോളും. പ്രത്യേകിച്ച് നിങ്ങൾ സിമ്പിളായുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു ചാപ്റ്ററൊക്കെയാണ് നിങ്ങൾ പഠിച്ചു കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓക്കെ ഇനി ചെയ്തോളാം, ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരികയാണ് ചെയ്യുക. അത് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ എന്തല്ല, സൊല്യൂഷൻ എന്തോ സംഭവിച്ചിട്ട് നമ്മൾ പോയിട്ട് മോട്ടിവേഷൻ കിട്ടി പോയി പഠിക്കുക. അത് നിങ്ങൾ കാത്തിരുന്നാൽ നിങ്ങൾ മാർച്ച് പബ്ലിക് എക്സാമിലാകുമ്പോൾ നിങ്ങൾ പഠിക്കില്ല. നേരെ മറിച്ച് എല്ലാ ദിവസവും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ, മടിയുള്ള ആളാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ വേണ്ടി തീരുമാനിക്കുക. എന്നിട്ട് 10 മിനിറ്റ് നിങ്ങൾ ഇരുന്ന് നോക്ക്. ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് 20 മിനിറ്റിലേക്കും അരമണിക്കൂറിലേക്കും ഒക്കെ ആക്കാൻ പറ്റും. അതൊരു ശീലമായി മാറിക്കഴിയുമ്പോഴാണ് നമുക്ക് എന്താണ് ആ ഒരു മടിയും ഇതൊക്കെ കാര്യങ്ങൾ കുറഞ്ഞു വരിക. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റാർട്ട് സ്മോൾ എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുക. അല്ലാണ്ട് ഇന്നു മുതൽ ഞാൻ 3 മണിക്കൂർ പഠിക്കും 4 മണിക്കൂർ പഠിക്കും എന്ന് പെട്ടെന്ന് ജമ്പ് ചെയ്ത് ഒരു ഇതിലേക്ക് എത്തിയാൽ, തീരുമാനത്തിലേക്ക് എത്തിയാൽ അതൊരു വലിയ ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ സ്റ്റാർട്ട് സ്മോൾ, ഓക്കെ, ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 ദിവസവും കൺസിസ്റ്റൻ്റ്ലി ഞാൻ ഈ പറഞ്ഞ പോലെ പഠിക്കാൻ പറ്റും. നിങ്ങൾ ഇത്ര വെച്ചാൽ മതി. ഏതൊരു സിനിമയാണെങ്കിലും ആ ഒരു സിനിമയുടെ ഇടയിൽ ഒരു ക്രൈസിസ് പോയിന്റ് ഉണ്ടാവും. നമ്മുടെ ഹീറോ ഒന്നും ചെയ്യാൻ പറ്റാതെ വീണ് എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞിട്ട് വരുന്നൊരു സംഭവമുണ്ട്. ആ ഒരു സിനിമയുടെ ഹീറോ ശരിക്കത്തെ ഹീറോ ആണെങ്കിൽ ആ ഒരു പോയിന്റിൽ നിന്നൊരു കുതിച്ചു കയറ്റമുണ്ട്. ആ ഒരു കുതിച്ചു കയറ്റത്തിലൂടെയാണ് നമ്മൾ ക്ലൈമാക്സിലേക്ക് എത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം നിങ്ങളുടെ സിനിമയിലെ ക്രൈസിസ് പോയിന്റ് ആണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ് നിങ്ങളുടെ സിനിമയിൽ നിങ്ങളൊരു ഹീറോ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ക്യാരക്ടർ ആണോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. അപ്പോൾ ഈ 60 ദിവസവും ഞാൻ ഈ പറഞ്ഞ പോലെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിക്കോ. സിനിമയിലെ ഏറ്റവും നല്ല ഭാഗം, ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഭാഗം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. നന്നായി 60 ദിവസം പഠിച്ച് ഒരു ഗംഭീര അക്കാഡമിക് കംബാക്ക് ഉണ്ടാക്കി നിങ്ങളുടെ ടീച്ചേഴ്സിനെ, നിങ്ങളുടെ പേരൻസിനെ, ഈവൻ നിങ്ങളെയും അങ്ങോട്ട് ഷോക്ക് ചെയ്യിപ്പിക്കുക. ഞാൻ ഉറപ്പ് തരുന്നു, ഈ ഒരു 60 ഡേയ്സ് അക്കാഡമിക് കംബാക്ക് നിങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മാറും. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും അവസാനം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത്. അതാണ് ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ലേണിംഗ് ആകാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ഓൾസോ ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സഹായം വേണം. പ്രോപ്പറായിട്ടുള്ള ടൈം ടേബിൾ വെച്ച് പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എക്സാമിനറുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാം. താഴെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഉപയോഗിച്ച് ഒരു ഗംഭീര അക്കാഡമിക് കംബാക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. കമന്റ് ബോക്സിൽ എല്ലാവരും അക്കാഡമിക് കംബാക്ക് ഒരു ഫയർ ഇമോജി കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. നമുക്ക് കാണാം.